സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുവാൻ കാതോർത്തിരിക്കുന്ന താങ്കൾക്ക് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ പ്രഭാതവന്ദനം. ഇന്നത്തെ ദിവസം താങ്കളുടെ ജീവിതത്തിൽ അനുഗ്രഹപൂർണമായ ഒരു ദിവസമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു പെൺകുട്ടി ഒരിക്കൽ വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. കടൽ തീരത്തെ മണൽപ്പരപ്പിലൂടെ അവൾ നടന്നു പോവുകയാണ്. ഓളവും തിരയും കണ്ടുകൊണ്ടുള്ള യാത്രയിൽ അവൾ തനിച്ചല്ല, കൂട്ടിന് ദൈവവുമുണ്ട്. അവളും ദൈവവും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. തൻ്റെ കാൽപ്പാടുകളോടൊപ്പം മണലിൽ ദൈവത്തിൻ്റെ കാൽപ്പാടുകളും അവൾക്ക് കാണാം. അല്പം നടന്നു കഴിഞ്ഞപ്പോൾ യാത്ര ദുർഘടമായി. ഭയങ്കര കാറ്റും കോളും. അവൾക്ക് മുന്നോട്ട് ഒരടി പോലും നടക്കാൻ കഴിയുന്നില്ല. കാറ്റ് പറത്തിക്കൊണ്ടു പോകുമോ എന്ന് ഭയന്ന് അവൾ ചുറ്റും പരിഭ്രമത്തോടെ നോക്കി. ദൈവത്തിൻ്റെ ശബ്ദവും കേൾക്കാൻ കഴിയുന്നില്ല. പിന്നിലേക്ക് നോക്കിയപ്പോൾ മണലിൽ അവൾ കാണുന്നത് അവളുടെ കാൽപ്പാടുകൾ മാത്രം. അവൾ ഭയന്ന് നിലവിളിച്ച് ചോദിച്ചു, ദൈവമേ, ഇത്ര വലിയ അപകട നേരത്ത് അങ്ങ് എന്നെ തനിച്ച് വിട്ടേച്ചു പോയോ? ക്രമേണ കാറ്റും കോളും ശമിച്ചു. അപ്പോൾ അവളുടെ കാതിൽ ശാന്തമായി ദൈവത്തിൻ്റെ സ്വരം കേട്ടു. മകളെ, ഭയപ്പെടേണ്ട. അവൾ അല്പം നീരസത്തോടെ പറഞ്ഞു, എങ്കിലും എൻ്റെ ദൈവമേ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള നേരത്ത് അങ്ങ് എന്നെ തനിച്ചാക്കി മാറിക്കളഞ്ഞല്ലോ, എന്നെ തനിയെ വിട്ടല്ലോ. ദൈവം പറഞ്ഞു, ആര് പറഞ്ഞു ഞാൻ നിന്നെ തനിച്ചാക്കിയെന്ന്? അവൾ ചോദിച്ചു, പക്ഷെ ഞാൻ വിളിച്ചപ്പോൾ അങ്ങ് ഉത്തരം തന്നില്ലല്ലോ. മാത്രമല്ല ആ സമയത്ത് പിന്നിൽ എൻ്റെ കാൽപ്പാടുകൾ മാത്രമാണല്ലോ ഞാൻ കണ്ടത്. ദൈവം പറഞ്ഞു, മകളെ, അപ്പോൾ നീ കണ്ടത് എൻ്റെ കാൽപ്പാടുകളായിരുന്നു. ആ സമയത്ത് നീ എൻ്റെ തോളിലായിരുന്നു. നീ ഭയപ്പെട്ട് കരഞ്ഞപ്പോൾ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞെന്നു. പക്ഷേ നിന്റെ ശ്രദ്ധ മുഴുവൻ ആ കാറ്റിൻ്റെ ആരവത്തിലും ഇടിമുഴക്കത്തിലുമായിരുന്നു. അതിനിടയിൽ എൻ്റെ സ്വരം നീ കേട്ടില്ല. സ്വപ്നത്തിൽ നിന്നും ഉണർന്ന ആ പെൺകുട്ടി കുറ്റബോധത്തോടെ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, എന്നോട് ക്ഷമിക്കൂ, ഞാൻ ആകുലപ്പെട്ടു പോയി. പ്രിയ സുഹൃത്തെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നേക്കാം. അത് അനിവാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 16:31 കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ അതോടൊപ്പം തൻ്റെ സാന്നിധ്യവും സംരക്ഷണവും താൻ ഉറപ്പു തന്നിട്ടുമുണ്ട്. മത്തായിയുടെ സുവിശേഷം 28:20 കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഭക്തന്മാരായവരൊക്കെ ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറപ്പുള്ളവരായിരുന്നു. സങ്കീർത്തനം 23:4 ദാവീദ് പറയുന്നു, നോക്കുക, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. യെശയ്യാവ് 41:10 ദൈവം തൻ്റെ ഭക്തനോട് പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പലപ്പോഴും നമ്മുടെ ചിന്ത ദൈവം നമ്മോട് കൂടെയുള്ളപ്പോൾ എല്ലാം ഭംഗിയായി പോകുന്നു, ദൈവം കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് കഷ്ടങ്ങൾ വരുന്നത് എന്നാണ്. എന്നാൽ ഓർക്കുക, തനിയെ നടക്കുവാൻ ഭയപ്പെടുന്ന ആ നേരത്ത് ദൈവം നമ്മെ തൻ്റെ തോളിൽ വഹിക്കുകയായിരിക്കും. സങ്കീർത്തനം 46:1 പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ സുഹൃത്തെ, പ്രതികൂല സമയങ്ങളിൽ നമ്മെ വഹിച്ചുകൊണ്ടു പോകുന്ന ദൈവത്തിൻ്റെ ആ കാൽപ്പാടുകളിൽ ചുംബിച്ചുകൊണ്ട് തൻ്റെ മാറിൽ ചാരി ആശ്വസിക്കുവാൻ നമുക്കിടയാകട്ടെ. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ. ആത്മനാഥന്റെ സ്നേഹവചനങ്ങൾ നിത്യവും ശ്രവിപ്പാൻ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. ൂരിരുളിൻ താഴ്വരയിൽ കൂടെയിരിക്കും നല്ലിടയൻ. ൂരിരുളിൻ താഴ്വരയിൽ കൂടെയിരിക്കും നല്ലിടയൻ. സർവം എതിരായി തീർന്നാലും ഭയപ്പെടുകയില്ല ഞാൻ. സങ്കേതവും ബലവും എനിക്ക്
എനിക്ക് യഹോവ മാത്രമാ. കഷ്ടങ്ങളിൽ ഏറ്റമടുത്ത തുണയുമായവൻ ചാരയുണ്ട്. സങ്കേതവും ബലവും എനിക്ക് യഹോവ മാത്രമാ. സങ്കേതവും ബലവും എനിക്ക് യഹോവ മാത്രമാ.